ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നേക്കുന്ന അടിപൊളി ഒരു വ്ളോഗുമായിട്ടാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് മൺട്രോ ഐലൻഡിലേക്കാണ്. അപ്പോൾ കുട്ടികളൊക്കെ ആയിട്ട് പോകാൻ പറ്റിയ നല്ലൊരു വീക്കെൻഡ് ഡെസ്റ്റിനേഷനാണ് മൺട്രോ തുരുത്ത്. അങ്ങനെ നമ്മൾ ഡെസ്റ്റിനേഷൻ റീച്ച് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ കൊറോണ കാലമൊക്കെ ആയതുകൊണ്ടായിരിക്കും തിരക്ക് വളരെ കുറവാണ്. ഇതുപോലെയുള്ള കുറേ വള്ളങ്ങളുണ്ട് ഇവിടെ. നമുക്കപ്പോൾ ഇതിൽ ഐലൻഡ് ഫുൾ ചുറ്റിക്കാണാൻ നമുക്ക് എടുക്കാൻ പറ്റും. അതിനായി ഇവിടെ ഒരു കൗണ്ടറൊക്കെ ഉണ്ട്. അപ്പോൾ കൗണ്ടറിൽ പോയി അന്വേഷിച്ചിട്ട് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ നല്ലൊരു നടപ്പാതയും കൂടെ ഉണ്ട്. ഇതുവഴി നമുക്ക് ഐലൻഡ് ഇങ്ങനെ കണ്ടുകൊണ്ട് വെറുതെ കുറേ ദൂരമൊക്കെ നടക്കാനും പറ്റും. അങ്ങനെ ഞങ്ങൾ വെറുതെ ഇങ്ങനെ കുറേ ദൂരം നടന്നു. ഇനി നമുക്ക് വള്ളത്തെ കയറാനുള്ള പ്ലാനിങ് ആണ്. അപ്പം നമുക്ക് കൗണ്ടറിലേക്ക് പോയി എങ്ങനെയാണ് റേറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിക്കാം. അപ്പം ഇവിടെ കുറേ പേരൊക്കെ മീനെയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ കുറേ ജെല്ലി ഫിഷിനെയൊക്കെ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ നമ്മളൊരു ബോട്ട് എടുത്തിട്ടുണ്ട്. 1 മണിക്കൂർ 600 രൂപയാണ് ചാർജ്. അതിനി 2 മണിക്കൂർ വേണമെങ്കിൽ 1000 രൂപയുമാണ് ചാർജ്. അങ്ങനെ നമ്മൾ കുറേ ചെമ്മീൻ പാടങ്ങളൊക്കെ ഇവിടെ കാണാൻ പറ്റും. ഇനി കണ്ടൽക്കാടിൻ്റെ നടുവിലൂടെ നമുക്കിങ്ങനെ പോകാം വള്ളത്തെ. ഇവിടെ ഷിക്കാര ബോട്ടുകളും അവൈലബിൾ ആണ്. ഇവിടെ ഫിഡൽ ബോട്ടുകളും അവൈലബിൾ ആണ്. ഇവിടെ കുറേ ആളുകളുടെ മത്സ്യകൃഷി നടത്തുന്ന കുറേ പാടങ്ങളൊക്കെ ഉണ്ട്. തിരുവിതാംകൂർ ദിവാനായിരുന്ന കേണൽ മൺട്രോയുടെ പേരിൽ അറിയപ്പെടുന്ന തുരുത്താണിത്. ഇവിടെ അഗ്രികൾച്ചറൊക്കെ സ്റ്റാർട്ട് ചെയ്തത്. പണ്ടിവിടെ ധാരാളം നെൽകൃഷിയൊക്കെ നടന്നിരുന്ന സ്ഥലമാണ്. ഇപ്പോൾ ഉപ്പുവെള്ളം കൂടുതലായതുകൊണ്ട് ഇവിടെ കൂടുതലായി ഇപ്പോൾ ചെയ്യുന്നത് മത്സ്യകൃഷിയാണ്. അത് ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ടോടുകൂടി ധാരാളം കർഷകർ ഇവിടെ മത്സ്യകൃഷി ചെയ്തു വരുന്നു. പത്തനംതിട്ട, ആലപ്പുഴ ജില്ലക്കാർക്ക് വളരെ പെട്ടെന്ന് തന്നെ വന്നു പോകാൻ പറ്റിയ ഒരു നല്ലൊരു ഡെസ്റ്റിനേഷനാണ് ഇവിടം. അപ്പോൾ കുട്ടികളൊക്കെ വളരെ ഹാപ്പിയാണ്. ഇവിടെ കുറേ നല്ല ഹോട്ടലുകളും കൂടാതെ റിസോർട്ടുകളും അവൈലബിൾ ആണ്. ഇപ്പോൾ സ്റ്റേ ബാക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇവിടെ നല്ല നല്ല റിസോർട്ടുകളും ഉണ്ട്. അപ്പോൾ ഏകദേശം വൈകുന്നേരങ്ങളിലെത്തിയാൽ നമുക്ക് സൺസെറ്റൊക്കെ കണ്ട് അഷ്ടമുടി കായലിലൂടെ ഇങ്ങനെ വള്ളത്തെ സഞ്ചരിക്കാം. ഏകദേശം ഇപ്പോൾ സൺസെറ്റൊക്കെ ആയി. നല്ല ഭംഗിയുണ്ട്. ഇപ്പോൾ ഇവിടെ കൊട്ടവഞ്ചി സർവീസ് അവൈലബിൾ ആണ്. ഇതുപോലെ ചെറിയ പോക്കറ്റ് വഴിയിലൂടെ പോകണമെങ്കിൽ നമ്മൾ ചെറിയ വള്ളം എടുക്കുന്നത് തന്നെയാണ് നല്ലത്. അപ്പം ഷിക്കാര ബോട്ടുകൾ അഷ്ടമുടി ലേക്കിലൂടെ മാത്രമേ പോവുള്ളൂ. കുറേ അധികം കിളികളും നീർക്കാക്കകളും എല്ലാം ഇവിടെ ഉണ്ട്. അപ്പം ഷിക്കാര ബോട്ടുകളും സർവീസ് നടത്തുന്നുണ്ട്. കുട്ടികളൊക്കെ ആയിട്ട് വരാൻ പറ്റുന്ന നല്ലൊരു ഡെസ്റ്റിനേഷനാണ്. അപ്പോൾ വരാൻ പറ്റുന്ന കൂട്ടുകാരൊക്കെ വരിക. കൂടാതെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ചാനൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പം മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.